സർ, ഇന്ത്യയിലേക്ക് എത്തിയ സിറിയൻ പൗരന്മാർ ഗുജറാത്തിലെ ചില പള്ളികളിലെത്തിയിട്ട്, പള്ളിയല്ല മോസ്ക് മുസ്ലിം പള്ളികളിലെ, അപ്പം അത്തരം മോസ്കുകളിലേക്ക് എത്തി ഗാസയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യണം, അവരൊരുപാട് പട്ടിണിയിലാണ്, കഷ്ടപ്പാടിലാണ്, അങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് വന്ന് പിരിവ് നടത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിറിയയിൽ നിന്നുള്ള 4 പേര് ഗുജറാത്തിലെ മോസ്കുകളിൽ വന്നിട്ട് ഗാസയ്ക്ക് വേണ്ടി പിരിവ് നടത്തുന്നു. ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. ടൂറിസ്റ്റ് വിസയിൽ വന്നവര് വിനോദസഞ്ചാരം നടത്തി തിരിച്ചു പൊക്കോളണം. വേറെ ഇവിടെ ഒരു പരിപാടിയും നടത്താൻ പാടില്ല. അതാണ് വിസയിലെ, ടൂറിസ്റ്റ് വിസയിൽ തന്നെയുള്ള ഉപാധി ആണത്, കണ്ടീഷനാണ്. ആ കണ്ടീഷന്റെ ലംഘനമാണ്. പിന്നെ ഇവർ പണം പിരിച്ചിട്ട് ഗാസയ്ക്ക് അയച്ചു കൊടുത്തിട്ടില്ല. വലിയ മുന്തിയ ഹോട്ടലുകളിലൊക്കെ ആഡംബര ജീവിതം നയിക്കാനൊക്കെയാണ് ഇവർ ചെലവാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നെ ഇവർ വേറെന്തെങ്കിലും സംശയമുള്ള പല ആളുകളുമായിട്ടും ബന്ധപ്പെട്ടതായിട്ടും സൂചനയുണ്ട്. അപ്പോൾ ഇവരുടെ പിന്നിൽ ആരാണ് എന്നുള്ളതും പോലീസ് ഇപ്പം അന്വേഷിക്കുന്നുണ്ട്. അഹമ്മദാബാദിൽ അതായത് 4 സിറിയക്കാരിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. 3 പേര് ഒളിവിലാണ്. അലി മേഗത്ത് അൽ അസ്ഹർ എന്ന സിറിയൻ പൗരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റ് വിസയിൽ. 4 പേരും ടൂറിസ്റ്റ് വിസയിലാണ് വന്നത്. ഇയാളും സംഘവും ഗാസയിലെ യുദ്ധ ഇരകൾക്ക്, ഇസ്രയേൽ യുദ്ധം ചെയ്ത് ആക്രമിക്കുമ്പോൾ ഇരകൾ ഉണ്ടാവുമല്ലോ, ഇവർ മുഴുവൻ പട്ടിണിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ വീഡിയോ കാണിക്കുക മോസ്കുകളിൽ പോയിട്ട്, എന്നിട്ട് പണം ഭരിക്കുക. ഇതായിരുന്നു പരിപാടി. അപ്പോൾ 4 സിറിയക്കാർ, അതിലൊരാൾ അറസ്റ്റിലായ അയാൾക്ക് 23 വയസ്സാണ്. അലി മേഗത്ത് അൽ അസർ. ഇയാളെ അറസ്റ്റ് ചെയ്തത് എല്ലിസ് ബ്രിഡ്ജ്, അഹമ്മദാബാദിലെ എല്ലിസ് ബ്രിഡ്ജ് മേഖലയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ദമാസ്കസിൽ നിന്ന്, സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് പോലീസ് $3600 $25,000 രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ എങ്ങനെ അമേരിക്കൻ ഡോളർ വന്നു? അതും സംശയാസ്പദമാണ്. പിന്നെ 3 പേര് ഒളിവിൽ പോയവർ സക്കറിയ ഹൈത്തം അൽസർ, അഹമ്മദ് അൽ ഖബാഷ്, യൂസഫ് അൽ സഹർ. 3 പേര് ഒളിവിൽ പോയ സിറിയക്കാര്. ഒരേ ഹോട്ടലിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഒളിവിൽ പോയ 3 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 22 കൊൽക്കത്തയിലാണ് ഇവരെത്തിയത്. എന്തുകൊണ്ട് കൊൽക്കത്തയിൽ ആദ്യമെത്തി? അതും ഗൗരവമുള്ളൊരു കാര്യമാണ്. അതും സംശയാസ്പദമാണ്. ഓഗസ്റ്റ് 2 ഇവർ അഹമ്മദാബാദിൽ എത്തിയിട്ടുള്ളൂ. എന്നിട്ടാണ് മോസ്കുകൾ കേന്ദ്രമായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗാസയിലേക്ക് പണം പോയില്ല. ആദ്യം എന്തുകൊണ്ട് കൊൽക്കത്തയിൽ വന്നു? അമേരിക്കൻ ഡോളർ എങ്ങനെ എത്തി? അവിടെ മുഴുവൻ ഉള്ള CCTV ഫുട്ടേജുകൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്, ആരൊക്കെ ആയിട്ട് ഇവർ ബന്ധപ്പെട്ടു എന്നുള്ളത്. സംശയമുള്ളവരുമായിട്ട് ആണ് ഇവർ ബന്ധപ്പെട്ടത് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇത്തരം വിവരങ്ങളൊക്കെ ജോയിന്റ് കമ്മീഷണർ ശരത് സിംഗൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംശയങ്ങൾ, ഡോളറിന്റെ കാര്യത്തിൽ സംശയം അല്ലേ, കൊൽക്കത്തയിൽ വന്നതിൽ സംശയം, ഇതൊക്കെ ജോയിന്റ് കമ്മീഷണർ ശരത് സിംഗളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് NIA അവരും അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. NIAയും ഭീകരവിരുദ്ധ സ്ക്വാഡും. അപ്പോൾ ഈ വിസയുടെ ടൂറിസ്റ്റ് വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലുള്ള ഉപാധിയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത്, സംഭാവനകൾ വാങ്ങരുത് ഒരു കാര്യത്തിനും, അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ വിസ ലംഘനം ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് ഇവരെ ഡിപ്പോർട്ട് ചെയ്യും, പുറത്താക്കും. അതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു ആക്ഷൻ. സാർ, ഈ ബംഗാളിലേക്കല്ലേ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആളുകൾ നുഴഞ്ഞു കയറുന്നത്. അപ്പോൾ ബംഗാൾ പോലുള്ള ഒരു സ്ഥലം സുരക്ഷിതമാണെന്ന് കണ്ടിട്ടായിരിക്കില്ലേ ഇവർ നേരെ കൊൽക്കത്തയിൽ വരുന്നത്? അവിടെ നിന്ന് അവർക്ക് സുരക്ഷിതമായിട്ട് പോകാൻ കഴിയുന്നതുകൊണ്ട് അഹമ്മദാബാദിലേക്കോ ഗുജറാത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്കോ ഒക്കെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബംഗാൾ തന്നെയല്ലേ ഇതിനൊരു വളം വെച്ചു കൊടുക്കുന്നത്? അതെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരുപാട് സംഘടനകളെ, പിന്നെ ഒരുപാട് തടവുകാരെ, തീവ്രവാദികളെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ മൊഡ്യൂളുകൾ കൊൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിൽ
ബംഗാളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? അതെ. അൽ അൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അൻസാർ ബംഗ്ല തുടങ്ങിയല്ലേ, ജമാഅത്തെ ഇസ്ലാമി. പിന്നെ ചില ആളുകൾ തടവിൽ നിന്ന് പുറത്തു ചാടിയിട്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്നു ഒക്കെ ഉണ്ട്. അതെ. POKയിലാണെങ്കിൽ ഹമാസിന്റെ നേതാക്കൾ നേരിട്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹമാസിന്റെ കാര്യത്തിൽ തന്നെ കുറെ ഈ ഇസ്രയേലിലെ തടവിൽ നിന്ന് ഈ ബന്ദികളെ മറ്റേ ഹമാസ് മോചിപ്പിക്കുമ്പോൾ കുറെ പേര് തടവിൽ നിന്ന് വിടുമല്ലോ. അപ്പോൾ ഹമാസിൽ ഭീകരരെ തന്നെ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുകയാണെങ്കിൽ അവരിൽ കുറെ പേരെ ഞങ്ങളെടുത്തോളാം എന്ന് പാകിസ്ഥാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കുറെ പേര് തുർക്കിയിലേക്ക് രക്ഷപ്പെടും. തുർക്കിയിൽ നിന്ന് പോകുന്ന പോക്കില് കുറെ പേര് എടുത്തോളാം എന്ന് പാകിസ്ഥാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് POKയിൽ ഗാസയിൽ നിന്നുള്ളവർ വരുന്നതൊക്കെ കണ്ടത്. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇവർക്ക് അത്യാവശ്യം സ്വർഗമായ സ്ഥലങ്ങളാണ്, സുരക്ഷിതമായിട്ട് ഇവർക്ക് കഴിയാം. അതുകൊണ്ട് കൊൽക്കത്തയിൽ ഇവരെത്തിയത് എങ്ങനെയാണെന്ന് ഇപ്പം ഈ വാർത്തയിൽ ഇല്ലല്ലോ. കൊൽക്കത്തയിൽ ഇവർ എവിടുന്നെങ്കിലും വിമാനത്തിൽ ഇറങ്ങിയതാണോ എന്നുള്ള വിവരങ്ങളൊന്നും ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിൽ വരുമായിരിക്കും. അത് ഇനി ബംഗ്ലാദേശിൽ വന്നിട്ട് കൊൽക്കത്തയിലേക്ക് എത്തിയതാണോ, നേപ്പാളിൽ നിന്ന് കടന്നതാണോ, പാകിസ്ഥാനിൽ നിന്ന് എത്തിയതാണോ, പാകിസ്ഥാനിൽ വന്നിട്ട് നേപ്പാളിലേക്കും മറ്റും പോയിട്ട് കടന്നതാണോ, ബംഗ്ലാദേശിലേക്ക് പോയിട്ട് കടന്നതാണോ, ഇങ്ങനെ സംശയാസ്പദമായ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഗസ സ്നേഹികൾ ഇഷ്ടംപോലെ ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു സൂചന കൂടി വരും. കാരണം ഇപ്പോൾ ഒരു മോസ്കിലേക്ക് ചെന്നിട്ട് ഗസയുടെ പേര് പറഞ്ഞാൽ പണം കിട്ടും എന്നുള്ളൊരു ബോധ്യം ഇവർക്ക് വന്നു. അപ്പോൾ അതും ഒരു സംശയാസ്പദമായ കാര്യമല്ലേ? ഈ ഗസ വളരെ സംശയാസ്പദമായ കാര്യമാണ്. ഒന്നാമത് ഈ മോസ്കുകൾക്ക് ഇവരുമായിട്ട് മുൻബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിൽ, അതാണ് എന്നെയൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ കൊൽക്കത്തയിൽ നിന്ന് സാധാരണഗതിയിൽ ഇവർ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കേരളം അല്ലേ? കാസർഗോഡ് പോലുള്ള മലപ്പുറം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാൻ സാധ്യത. കാരണം ഈ മൊഡ്യൂളുകളിൽപ്പെട്ട ഒരു അസമിൽ നിന്നൊരാൾ കൊൽക്കത്തയിൽ വന്നിട്ട് പിന്നെ അയാളെ പിടിച്ചുകൊണ്ടുപോയത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ഇവർ നടത്തുന്നത് കൊണ്ട് ഈ ഗസ എന്നുള്ള പേര് പറഞ്ഞാലും ചെലവാകുന്നൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഇവരിപ്പോൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ, ഈ സിറിയക്കാരെ ഇപ്പോൾ അവിടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവർ വരാനുള്ളൊരു സാധ്യത ഉള്ള സ്ഥലമാണ് കേരളം. ഇവിടെ മോസ്കുകളിൽ ഇവർ കൊണ്ടുപോയി ഈ വീഡിയോ ഒക്കെ കാണിച്ച് പട്ടിണിയാണ് ഗാസയിൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പ്രഭാഷണമൊക്കെ നടത്തിയാൽ ഇസ്രയേലിനെതിരെ മറ്റേ പാത്രത്തിൽ ചില്ലറ വീഴുമല്ലോ, എന്നിട്ട് ആഡംബര പഞ്ചനക്ഷത്ര ഹോട്ടലിലൊക്കെ താമസിക്കുക. അത് എങ്ങനെ ഇവർ വന്നുപെട്ടു സിറിയയിൽ നിന്ന് അല്ലേ? അത് സംശയാസ്പദമാണ്. മാത്രമല്ല സിറിയയായിട്ട് നമ്മൾക്ക് അത്ര നല്ല ബന്ധമല്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ടൂറിസ്റ്റ് വിസ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ വിസയുടെ ചട്ടങ്ങളുടെ ലംഘനം കൂടിയല്ലേ നടത്തുന്നത്. അപ്പം തന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? പിന്നെ ഇവർക്ക് ഒളിവിൽ പോകാനുള്ള അവസരം കൂടി അവിടെ സൃഷ്ടിക്കപ്പെട്ടില്ലേ? ഇവർ ഇതിൻ്റെ അകത്ത് ഇപ്പം 3 പേര് ഒളിവിൽ പോയിട്ടുണ്ട്. ഒരാളെ പിടിച്ചിട്ടുണ്ടല്ലോ, ആ ഹോട്ടലിൽ തന്നെയാണ് അവരുണ്ടായത്. ചിലപ്പോൾ അവർ തിരിച്ച് വിമാനം കയറി പോയിട്ടുണ്ടാകാം, അതറിയില്ല. കാരണം അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേ അറിയുള്ളൂ. ഇവരെ നേരത്തെ പിടിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് പിന്നെ മോസ്കിൽ പിരിവ് നടത്തുന്നു എന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടാണ് ഇവരുടെ പിന്നാലെ പോലീസ് കൂടിയിരിക്കുന്നത്. പിന്നെ എന്നെയും കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കൊണ്ട് അലർട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് മുഴുവൻ വിമാനത്താവളങ്ങളിലെത്തും. അപ്പോൾ വിമാനത്താവളങ്ങളിൽ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പിടികൂടാനും പറ്റും. അതുകൊണ്ട് ലുക്കൗട്ട് നോട്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ സിനിജി പറഞ്ഞ പോലെ സിറിയക്കാരുടെ ഒരു ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രമൊന്നും അല്ലല്ലോ ഇന്ത്യ. അവർക്ക് പോകാവുന്ന സ്ഥലങ്ങൾ വേറെ ധാരാളമുണ്ട്. അവർക്ക് മെക്കയോ അങ്ങനത്തെ സ്ഥലങ്ങളിലുമൊക്കെ പോകാം. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളെ പോലും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും അതിനെ കുറച്ച് ഗൗരവത്തോടെയാണ്. അതുകൊണ്ടായിരിക്കും ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ പുറകെ പോകുന്നത് അല്ലേ? അവർക്ക് ഈ സിറിയയിൽ നിന്നുള്ളവരായതുകൊണ്ട്, ഈ സിറിയയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷനിൽ IS-മായി ബന്ധപ്പെട്ട ആളാണല്ലോ ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഷാർ. നേരത്തെ IS-ൽ ബാഗ്ദാദിയുടെ വലങ്കൈയൊക്കെ ആയിരുന്നു.
അയാൾ വന്ന ശേഷം അവിടെ ഈ IS-മായി ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പല ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പുകളിൽ നിന്നൊക്കെ തുറന്ന് കുറേ IS-കാരും ഒക്കെ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 4 സിറിയക്കാർ ഗുജറാത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സംശയാസ്പദമാണെന്ന് പറയുന്നത്. ഇവർക്ക് IS-മായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും കൂടി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഇത് റിപ്പോർട്ടുകളിൽ പറയുന്നില്ലെങ്കിലും സിറിയയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഉടനെ സംശയിക്കുന്നത് IS-മായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഗുജറാത്തിലോ കൊൽക്കത്തയിലോ ഒക്കെ മുൻകൂർ സുഹൃത്തുക്കൾ അല്ലേ ഉണ്ടോ എന്നുള്ളതും കൂടി തിരക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.